Welcome to Doctrinal Learning, being taught and learned. Hi, welcome back. Today we chosen a topic about history of mentalities or Historia des mentalités. Means in French, history of attitudes. Okay, so എന്താണ് ഈ ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റീസ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. ആ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ടേമിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രേസസിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട് അല്ലേ? ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റീസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിയ ഡെസ് മെൻറ്റാലിറ്റീസ് എന്നത് ഒരു നിശ്ചിത കാലഘട്ടത്തിലെ ആളുകൾ അവരുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക, അവരുടെ ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവും അല്ലേ, അവയൊക്കെ തരംതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത രീതികളെ വിവരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള ചരിത്ര കൃതികളാണ് ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു തിയറി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ്, ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് ട്രെൻഡ് ഇവയെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, സാധാരണ രീതിയിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ അവിടുത്തെ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിനെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുക. ഇവിടെ മറിച്ച് മറ്റൊരു കാര്യമാണ് അല്ലേ, അവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ മാനസികാവസ്ഥയാണ് നമ്മൾ ഈ ഒരു ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഈ ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ ടൂളായി ഉപയോഗിക്കുന്നു. എവിടെയൊക്കെയാണ്, ആരൊക്കെയാണ്? ഹിസ്റ്ററി പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ നിരവധി ഹിസ്റ്റോറിയൻസും സ്കോളേഴ്സും ഒരു ടൂളാക്കിക്കൊണ്ടാണ് ഈ ഒരു ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റിയെ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കുന്നു. ഇതിൽ ശ്രദ്ധേയമായ ഒന്ന് എന്ന് പറയുന്നത് ഹിസ്റ്റോറിയൻസ് ഓഫ് ദി അനാൽ സ്കൂൾസ്. അനാൽ സ്കൂളിലെ ഹിസ്റ്റോറിയൻസ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എന്തിന്? ഈ ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റിയുടെ ആ ഒരു വികസനത്തിന് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കൂടാതെ മെത്തഡോളജി കൺസ്ട്രക്റ്റ് ചെയ്യാനും നിർമ്മിക്കാനും ഈ അനലസ് സ്കൂളിൻ്റെ ഹിസ്റ്റോറിയൻസ് വളരെയധികം സഹായിച്ചു. അപ്പോൾ ഇത്തരത്തിലൊരു മെത്തഡോളജി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്തേക്കും ഒരു പ്രത്യേക സമയത്തേക്കും ഇവർ ഇത് പരിമിതപ്പെടുത്താൻ ശ്രമിച്ചു. ഓക്കെ, ഈ ഒരു അപ്രോച്ച് മൈക്രോ ഹിസ്റ്ററിയെ വിശേഷിപ്പിക്കുന്ന തീവ്രമായ പഠനത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഒരു ടേണിംഗ് പോയിൻ്റായി പോവാണ്. ഈ ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റിയുടെ ചരിത്രത്തെ ഹിസ്റ്റോറിക്കൽ ടൂളായി സ്വീകരിച്ച മറ്റൊരു മേഖല വിശകലനം ചെയ്യുന്നു. ഓക്കെ, ദെൻ അനലസ് അല്ലേ, നമ്മൾ നേരത്തെ പറയുന്നു അനലസ് സ്കൂൾ. The origin of the concept of a history of mentalities lies in the writings of the first annals historians Mark Bloch, with the concept taken up by later theorists such as George Dewey and Roger Charito. ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റീസ് എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് ഉത്ഭവിക്കുന്നത് അനലസ് ഹിസ്റ്റോറിയനായിട്ടുള്ള ഫസ്റ്റ് അനലസ് ഹിസ്റ്റോറിയനായിട്ടുള്ള മാർക്ക് ബോൾക്കിൻ്റെ റൈറ്റിങ്സിലൂടെയാണ്. പിന്നീട് ഈ ഒരു ആശയം തിയറിസ്റ്റ് ആയിട്ടുള്ള ജോർജ് ഡ്യൂബി, റോജർ ചാർട്ടിയർ എന്നിവർ സ്വീകരിച്ചു. ഓക്കെ, മൊത്തം ഹിസ്റ്ററിയുടെ വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മുൻ തലമുറകളുണ്ടാവുമല്ലോ, അവരുടെയൊക്കെ രാഷ്ട്രീയ അല്ലെങ്കിൽ വല്ല ഇവൻറ്റ് സംഭവങ്ങളുടെ അടിസ്ഥാനമാക്കിയുള്ള ഹിസ്റ്ററിയെ മാത്രം ആശ്രയിക്കാതെ അനലസ് സ്കോളേഴ്സ് അല്ലെങ്കിൽ അനലസ് ഹിസ്റ്റോറിയൻസ് വേറൊരു രീതിയിൽ അവയെ തുറന്ന് കാണിക്കുന്നു അല്ലെങ്കിൽ അത്തരം ഒരു പ്രവണത നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നു. മൈക്കൽ ഹാർസ്ഗോൾഡ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അനലസ് ഹിസ്റ്റോറിയൻസ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യല്ല. ഏതുപോലെ? അക്കാലത്ത് എഴുതിയ മാർക്സിസ്റ്റ് ചരിത്രത്തിൻ്റെ രൂപങ്ങൾ പോലുള്ള ടെലിക്കോളജിക്കൽ നിഗമനങ്ങളെ വളരെയധികം ആശ്രയിക്കുന്നതായി കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിലല്ല അനലസ് ഹിസ്റ്റോറിയൻസ് എഴുതുന്നത്, മറിച്ച് സാമൂഹിക ഘടനകൾ സൃഷ്ടിക്കുന്നതിൽ അനലസ് ഹിസ്റ്റോറിയൻസിന് സ്വയം ചുമതലപ്പെടുത്തിയതെന്നാണ് ഹാർസ്ഗോൾഡ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ അനലസ് ഹിസ്റ്റോറിയൻസ് സ്വയം സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് അവർ എഴുതുകയാണ്. ഓക്കെ, വിച്ച് മീൻ അതായത് ബേസിക് ഇക്കണോമിക് അനാലിസിസിൻ്റെ
അടിസ്ഥാന സാമ്പത്തിക വിശകലനത്തിൻ്റെ അസ്ഥികൂടം ജനസംഖ്യാപരമായിട്ടും സാംസ്കാരിക, മാനസിക, ഇവൻ്റ് സൈക്കോളജിക്കൽ അനാലിറ്റിക്സ്, മനഃശാസ്ത്ര വിശകലനം, ഇവയുടെയൊക്കെ ഒരു ഡാറ്റ ഉണ്ടാവില്ലേ, അതൊക്കെ മാംസം കൊണ്ട് മൂടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എന്താ, ഒരു മനുഷ്യനെ എടുക്കുകയാണെങ്കിൽ അല്ലേ, അയാൾക്ക് ഒരു സംസ്കാരം ഉണ്ടാവും, ചില മാനസിക അവസ്ഥ ഉണ്ടാവും, ചില ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒന്നിനെ മാംസം കൊണ്ട് മൂടുന്നതായിരിക്കും ഒരു വ്യക്തി. അതുപോലെ ഒരുപാട് പേര്, ഒരു കൂട്ടം ആളുകൾ അല്ലേ, ഒരു സമൂഹത്തിലെ തന്നെ ആളുകൾ അങ്ങനെയാക്കി ചിന്തിക്കുക. ഓക്കെ, അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ റോഗർ ഉദ്ദേശിക്കുന്നത്. It has also been said that annals historians in their attempt at the creation of total history, മൊത്തം ചരിത്രം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളിൽ ചരിത്രകാരന്മാർ ഹിസ്റ്റോറിയൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റിയെ ആ ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ ആ ചരിത്രത്തിൻ്റെ സൃഷ്ടിയുടെ ഒരൊറ്റ സിംഗിൾ പീസായിട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ ആസ്പെക്റ്റ് ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ, ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അവർ പരിശോധിക്കുന്ന ഏത് കാലഘട്ടത്തെയും ലോകത്തെ പുനർനിർമ്മിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദി 3 ഓർഡേഴ്സ്, ഫ്യൂഡൽ സൊസൈറ്റി ഇമാജിൻഡ്, വില്യം മാർഷലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക്സ്, അദ്ദേഹത്തിൻ്റെ കൃതികൾ ഡൂബി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഐഡിയോളജീസ് വിൻ ദ സ്ട്രക്ചേഴ്സ് ദാറ്റ് permitted the various aspect of an individual's life. ഡൂബി ഫോക്കസ് ചെയ്തത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത വശങ്ങളുടെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ഐഡിയോളജീസിൻ്റെ വികാസങ്ങൾ ഒരാൾക്കുള്ളിൽ തന്നെ ഉണ്ടാവും. അത്തരം കാര്യമാണ് ആര് ഫോക്കസ് ചെയ്തത്, ഡൂബി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മൈക്രോ ഹിസ്റ്ററി എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, മെത്തഡോളജി എന്ന് വെച്ചാൽ എന്താ, രീതിശാസ്ത്രം. നമുക്ക് സൗകര്യം മെത്തഡോളജിയാണ്. ഓക്കെ, അപ്പോൾ മെത്തഡോളജിയിലെ ഇത്തരത്തിലുള്ള വികാസങ്ങൾ മറ്റ് ഹിസ്റ്റോറിയൻസിന് മാനസികാവസ്ഥയുടെ ഹിസ്റ്ററി ഉപയോഗിച്ച് ആളുകളുടെ കാഴ്ചപ്പാടുകൾ എഡിറ്റ് ചെയ്യാനും അവയിൽ നിന്ന് മൈക്രോ ഹിസ്റ്ററികൾ നിർമ്മിക്കാനും ശ്രമിക്കുന്നു. ഓക്കെ, ഇത്തരം ഹിസ്റ്റോറിയൻസ് അവരുടെ തന്നെ ചരിത്രം രൂപപ്പെടുത്തുന്നതിനായി സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്രവുമായി തങ്ങളെ തന്നെ പരിഗണിക്കും. ഓക്കെ, ഇപ്പം ഞാൻ എഴുതുകയാണെങ്കിൽ ഞാൻ എന്തിനു വേണ്ടി സമർപ്പിക്കും, ആ ഒരു സാമൂഹിക സാംസ്കാരികവുമായി എൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ തന്നെ എന്നെക്കുറിച്ച് എഴുതാണ്, ഒരു സമൂഹം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ആ തരത്തിൽ എഴുതുന്നു. അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യൻ്റെ മാനസികാവസ്ഥയാണ്, അല്ലാതെ കുറേ എക്കണോമിക്കലും മറ്റ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ ഒരു ബ്രോഡ്ലി ഉള്ള ഒരു ഹിസ്റ്ററി. ഓക്കെ, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എല്ലാം അതിൽ പെടുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ മൈക്രോ ഹിസ്റ്ററിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മൈക്രോ ഹിസ്റ്ററിയിലേക്ക് വരുമ്പം അതിൻ്റെ മൈക്രോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചുരുങ്ങി വരുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ വലിയ ബ്രോഡായ ഒരു കാര്യത്തിൽ നിന്നും നമ്മൾ ചുരുക്കി ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാണ്. ഈ ഒന്ന് എന്താണ്, മെൻറ്റാലിറ്റി, ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റിയാണ്, അല്ലാതെ ഒരുപാട് ഇക്കണോമിക്കലോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, കാർലോ ഗിൻസ്ബർഗ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാർലോ ഗിൻസ്ബർഗിൻ്റെ ദ ചീസ് ആൻഡ് വേംസ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുസ്തകം മൈക്രോ ഹിസ്റ്ററികളുടെ ഒരു ആർക്കിടൈപ്പിക്കൽ വർക്കാണ്. ഓക്കെ, ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റീസ്. 16-ാം നൂറ്റാണ്ടിലെ ഇറ്റലിയിലെ കർഷകരുടെ മാനസിക അവസ്ഥ പുനർനിർമ്മിക്കാൻ ഗിൻസ്ബർഗ് ഇതിലൂടെ ശ്രമിച്ചു. അപ്പോൾ ഇത്തരം ഒരു അറ്റംപ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഡൊമിനിക്കോ സ്കാൻഡെല്ല എന്ന ഒരൊറ്റ മില്ലറുടെ റെക്കോർഡ്സ് എക്സാമിൻ ചെയ്തുകൊണ്ട് അത് പരിശോധിച്ചുകൊണ്ട് മാനാച്ചിയോ എന്ന് വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിലൂടെ ഫ്രാഗ്മെൻ്ററി ആൻഡ് ഒബ്സ്ക്യൂർ എവിഡൻസ്, വിഭിന്നമായോ അവ്യക്തമായോ തെളിവുകളിൽ നിന്ന് കറൻറ്റ് സിമിലാരിറ്റീസ് ഉള്ള കാര്യങ്ങൾ, സമാനതകൾ ഒക്കെ കണ്ടെത്താൻ ശ്രമിച്ചു എന്നതാണ്. ഓക്കെ, ഇത്തരം സിമിലർ ടെക്നിക്ക് നമുക്ക് റോബർട്ട് ഡാർട്ടൺസിൻ്റെ ദ ഗ്രേറ്റ് കാറ്റ് മെസാക്കർ എന്ന വാക്കിലും
കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ്, ഫ്രഞ്ച് സമൂഹത്തിൻ്റെ വിവിധ സാമൂഹിക തലങ്ങളിൽ ഇങ്ങനെ ഗ്രൂപ്പുകളാക്കി, ഓക്കെ, അത്തരം ഗ്രൂപ്പുകളുടെ മാനസിക അവസ്ഥ സ്ഥാപിക്കുകയാണ് ഈ ഒരു മൈക്രോ ഹിസ്റ്ററിയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മൈക്രോ ഹിസ്റ്ററി ഉപയോഗിക്കുന്ന റോബർട്ട് ഡാർഡിൻ്റെ ദി ഗ്രേറ്റ് ക്യാറ്റ് മെസാക്കർ എന്ന് പറയുന്ന ഈ ഒരു വർക്കിൽ ഇത്തരം ടെക്നിക്സ് കാണാൻ പറ്റും. ഇതിൽ വളർന്നു വരുന്ന ബൂർഷോ ക്ലാസ്സിലെ നിരാശയായ ഒരു പ്രകടനമായിട്ടാണ് പൂച്ചകളെ കണക്കാക്കുന്നത്. ഓക്കെ, സിമിലർലി ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റീസിൻ്റെ ആ ഒരു ട്രഡീഷനെ കീപ്പ് ചെയ്തുകൊണ്ട് ഡാർട്ടൻ ഒരു ചാപ്റ്ററിനെ നീക്കി വെച്ചിട്ടുണ്ട്. എന്തിന്? ബൂർഷ്യോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹിസ് സിറ്റി. ബൂർഷ്യോസിൻ്റെ മൈൻഡ് സെറ്റിൽ എങ്ങനെ ഉണ്ടാവും ഒരു സിറ്റി എന്നതിന് വേണ്ടി തന്നെ ഒരു ചാപ്റ്റർ തന്നെ നീക്കി വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ശ്രമമായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ഒരു പരിമിതമായിട്ടുള്ള ഒരു പ്രത്യേക സിറ്റുവേഷനിൽ, ഒരു സാമൂഹിക സിറ്റുവേഷനിൽ ഒരു വ്യക്തി ആ വ്യക്തിക്ക് ചുറ്റുമുള്ള ലോകത്തെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, എങ്ങനെ അദ്ദേഹം അർത്ഥമാക്കുന്നു, എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ചുറ്റുമുള്ളതിന് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചുള്ള ഒരു എക്സാമിൻ ആണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആക്ച്വലി സംഭവങ്ങളെ പോർട്രേ ചെയ്യാൻ അല്ലെങ്കിൽ ചിത്രീകരിക്കാനുള്ള വഴികൾ അക്കാലത്തെ വ്യക്തികൾ വ്യാഖ്യാനിച്ച രീതികളെ പൂർണ്ണമായും പിന്തുണയ്ക്കില്ലെന്ന് തെളിയിക്കാൻ ഡാർഡൻ ഈ വിവരണം ഉപയോഗിക്കുന്നു. ഓക്കെ, സോ ഇത്രയെങ്കിലും നമ്മൾ ഹിസ്റ്ററി ഓഫ് മെൻറ്റാലിറ്റിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു ഗൈസ്.